ഞാൻ ആ മൂടുള്ളതാണ് ബാക്കിലോട്ട് തിരിഞ്ഞെടുക്കണം. ഞാൻ ആ മൊത്തം മമ്മൂക്കട അടി ചേച്ചി പരിച്ചിരിക്കുന്നത്. എന്നാ നമുക്ക് സാധനമല്ല ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്ത് വെച്ചിരുന്നുള്ളതാണ്. ആ ചേസിങ് അതിൽ ചേസിങ് ഉണ്ട് സെക്കൻഡ് ഹാഫിന്. അതിൽ ആൾക്കാർ വീഴും. നമുക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ആ ചേസിങ് കണ്ട് വീഴും. നമ്മ മമ്മൂക്ക കാർ പ്രേമിയാണെന്ന് പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലൂടെ അദ്ദേഹം പണ്ടേ പല പടങ്ങളൊക്കെ നമുക്ക് പണ്ടേ കുറെ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ പിന്നെ വൈശാഖത്തിന്റെ ഡയറക്ഷൻ ആകുമ്പോൾ പറയും ചെയ്യും അത് എത്രത്തോളം ഗംഭീരം. മമ്മൂക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് 10 അടി കിട്ടുമ്പോഴാണ് നമുക്ക് 15 അടി കൊടുക്കും. അതാണ് അത് മാത്രമല്ല നായകൻ എങ്ങനെ കൊണ്ടുവന്ന് പറ്റുമെന്നത് പരിക്ക് പറ്റുന്ന നായകൻ. നമ്മൾ ഈ ജാക്കിയുടെ മറ്റേ ബ്രൂസിലൊക്കെ പടങ്ങൾ കിട്ടി അവരെ തൊടാൻ പറ്റില്ല. ഈ മലയാളി ഓഡിയൻസിന് മലയാളത്തിൽ അങ്ങനെ ഒരു നടൻ വന്നിട്ടില്ലല്ലോ. ആ പടം കാണണം എന്തെങ്കിലും ഡൗട്ട് അടിച്ച് നിൽക്കണ്ടോ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാണുന്ന പ്രേക്ഷകർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും ആ മൂഡ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് അടിക്കുമ്പോൾ നമ്മൾ അടിക്കണം അക്കൊടുക്കണം. അതായത് ആവേശ സിനിമ കണ്ടിട്ട് മറ്റേ പകുതി പറയല്ലോ എടാ മോനെ എന്ന് പറയുമ്പോൾ ഇതിന് അടിയുടെ മോനെ അതാണ് സാധനം. കുറെ ഡയലോഗ്സ് ഉണ്ട്. എന്റെ തൊട്ടടുത്തുള്ള കുട്ടികൾക്ക് പറയാം അടിയുടെ മോനെ അടിയുടെ മോനെ. നമുക്ക് ഇത്ര പ്രായത്തിൽ അടിയുടെ മോനെ അതാണ് മമ്മൂക്ക. മമ്മൂക്ക പിള്ളേരുടെ 5 വയസ്സെ കുട്ടിക്കടക്കം നമുക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നത്. ഈ തലമുറ അതാണ് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. നമ്മൾ വെറുതെ 2.5 മണിക്കൂർ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നല്ല. 5 വയസ്സ് മുതൽ 100 വയസ്സ് വരെ 90 വയസ്സുള്ള ആൾക്കാർക്ക് ഒരു പടത്തിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു നടനെ സംബന്ധിച്ച് അത് ഗംഭീരം. ഞാൻ പറഞ്ഞറിയോ ഇതിലെ പുച്ഛം ഗുണമെച്ചം.